ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള തീയതി അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതനുസരിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ വേരിയേഷൻ വരുമോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം US എക്കോണമി എന്ന് പറയുന്ന അവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ക്രിപ്റ്റോയ്ക്കകത്തും വ്യത്യാസമുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ആവട്ടെ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആവട്ടെ, 90,000 USD വന്നിട്ട് കണ്ടോ, മാർക്കറ്റ് പെട്ടെന്ന് 1,00,000 10,000 USD ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ട് ഹൈ എന്ന രീതിയിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചേഞ്ച് ആയിട്ടുണ്ട്. എന്നാൽ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് അത്രമാത്രം ഹൈ ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോജക്റ്റിൽ മാത്രമാണ് നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുള്ളത്. അത്ര വലിയ വേരിയേഷൻ അല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ റിസ്ക്കും റിവാർഡും, അതായത് ഡൗൺ ആയ ടൈം ഞാൻ മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ 92,000 ബിറ്റ്കോയിൻ്റെ പ്രൈസ് 90,000 USD വന്ന ടൈം ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. റിസ്ക് ആയിരുന്നാലും റിവാർഡ് ആയിരുന്നാലും നിങ്ങൾക്ക് സെയിം ആണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ബൈ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ പ്രോജക്റ്റായിട്ട് നോക്കാം. ഏകദേശം നമ്മുടെ ലൈറ്റ് കോയിൻ്റെ പ്രൈസ് വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കോയിൻ ഏകദേശം കണ്ടോ നല്ല രീതിയിൽ 87 വന്നിട്ട് ഇപ്പം 120 നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ മറ്റുള്ള പ്രോജക്റ്റൊന്നും അത്ര വലിയ രീതിയിൽ വ്യത്യാസം വന്നിട്ടില്ല. CET ഒന്നും വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ XRP എന്ന് പറയുന്നത് പുതിയ ഹൈയിലോട്ട് പോയിട്ടുണ്ട്. ഏകദേശം 0.40 ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ് XRP എന്ന് പറയുന്നത്. XRP $3.10 $3 ഇപ്പം 10 സെൻറ്റാണ്. നേരത്തെ ഏകദേശം ഇന്നലെ $3.20 USD റേഞ്ചിലോട്ട് XRPയുടെ പ്രൈസ് പോയിട്ടുണ്ട്. 5 USD വരെ ഞാൻ ലോങ് ടൈം എന്ന രീതിയിൽ സെൽ ടാർഗറ്റ് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ് XRP. അതുപോലെ തന്നെ നമ്മുടെ ഡോഗിക്കകത്തും വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനു മുമ്പേ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം. ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വൈസ് തന്നെയാണ്. അതുമാത്രമല്ല അപ് ട്രെൻഡ് എന്ന രീതിയിലോട്ട് പുതിയ ഹൈ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ്. ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വൈസ് അല്ലെങ്കിൽ ഡൗൺ ആവാതെ ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ പോലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും പുതിയ ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. ഷിബ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പുള്ള വീഡിയോസിലൊക്കെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. EOS ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ ട്രോണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രോൺ ഫാമിലിയിലുള്ള മിക്ക പ്രോജക്റ്റും പറഞ്ഞിട്ടുണ്ട്. ബാറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ബാറ്റ് 0.20 എന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോഗി ഏകദേശം നമ്മുടെ 0.27 വന്നിട്ട് മാർക്കറ്റ് ഇപ്പോൾ 0.37 ആണ്. നേരത്തെ 0.40 പോയിട്ടാണ് നിൽക്കുന്നത്. അപ് ട്രെൻഡിൽ തന്നെയാണ്. എപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് നല്ല പ്രോജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുക. പലരും വന്നിട്ട് സോഷ്യൽ മീഡിയ, ടെലിഗ്രാം ചാനൽ, അതുപോലെ തന്നെ യൂട്യൂബ്, റീൽസ്, ഇതിൻ്റെ അകത്ത് പല പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നതായിരിക്കും. നമ്മൾ പുതിയ പ്രോജക്റ്റ് ആണെങ്കിലും എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ മാത്രം, അതും കുറച്ച് പ്രോജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കൂടുതൽ പ്രോജക്റ്റ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഫിറ്റിനെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നല്ല പ്രോഫിറ്റ് എന്ന രീതിയിൽ നല്ല റിസ്ക് കുറഞ്ഞ നല്ല പ്രോജക്റ്റ് മാത്രം നോക്കി ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത് ഡോട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 USD താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഏകദേശം $6.96 ഇപ്പോഴത്തെ പ്രൈസ് നമ്മുടെ ഡോട്ട് നിൽക്കുന്നത്. സിലിക്കയും വലിയ വേരിയേഷൻ വന്നിട്ടില്ല. മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ XRP, കാർഡിനോ, അതുപോലെ തന്നെ ഡോജി, അതുപോലെ തന്നെ അയോട്ട, ഈ 3 പ്രോജക്റ്റിലും ഒത്തിരി വ്യത്യാസം കുറച്ച് രീതിയിൽ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള രീതിയിലൊന്നും വലിയ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. അയോട്ട ഏകദേശം 0.40 ആണ് നിൽക്കുന്നത്. ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ 0.62 0.10 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ 2-3 തവണ നമുക്ക് സൈക്കിളിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ് അയോട്ട എന്ന് പറയുന്നത്. അയോട്ട വീണ്ടും വേണമെങ്കിൽ ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത് നമ്മുടെ MXC ടോക്കൺ 0.260 2.80 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് വീണ്ടും ബൈ ചെയ്യാമെന്ന്. ഏകദേശം 4 USD അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വാല്യൂ. MXC ടോക്കണൊക്കെ ലോങ് ടൈമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഫയൽ ടോക്കൺ, ഡോട്ട്, ഇതൊക്കെ ലോങ് ടൈമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് ഗേറ്റ് ടോക്കണിലോട്ട് പോകാം. ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം
പുതിയ ഹൈയിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. $19.50 നിൽക്കുന്നത്. $2.5, $3, $3.5 വരെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ഗേറ്റ് ടോക്കൺ ലോങ് ടൈം വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്ന്. ഏകദേശം ഏത് വർഷമാണ് പറഞ്ഞതെന്ന് നോക്കാം. ഏകദേശം 2022 ഡിസംബർ ആ ഒരു ടൈമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഏകദേശം നിങ്ങൾ നോക്കുക, നല്ല രീതിയിൽ തന്നെ റിട്ടേൺ വന്നിട്ടുണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് റിട്ടേൺ വന്നത്, പക്ഷേ സേഫ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നല്ല രീതിയിൽ റിട്ടേൺ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കല്ലാത്ത കുറച്ച് പ്രോജക്റ്റ് 57 പ്രോജക്റ്റ് അല്ലാതെ എക്സ്ട്രാ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ടോണൊക്കെ ഏകദേശം $2.5 പറഞ്ഞാണ്. അതിനുശേഷം $3 വന്നിട്ട് വീണ്ടും ഇപ്പോൾ $5.5 ആണ്. ടോൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ $5 ആണ്. നേരത്തെ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ആയിരുന്നു. പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ് ടോൺ. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പ്രോജക്റ്റാണ്. അടുത്ത ഹെബാർ എന്ന് പറയുന്ന പ്രോജക്റ്റ്, ഏകദേശം ഈ ഹെഡാർ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് 0.27 ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ഇപ്പോൾ 0.34 ആണ് നിൽക്കുന്നത്. ഏകദേശം ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഹെഡാർ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. $1 ഒക്കെ ഈസി ആയിട്ട് വേണമെങ്കിൽ ബുൾ എന്ന രീതിയിലോട്ട് മാർക്കറ്റിൻ്റെ പ്രൈസ് ഇനിയും ട്രെൻഡ് എന്ന രീതിയിൽ ചേഞ്ച് ആയി ക്രിപ്റ്റോ പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ടച്ച് ആവാൻ സാധ്യത കൂടുതലാണ്. നിയർ ഏകദേശം വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. നമ്മുടെ പോളിഗൺ ഏകദേശം 4.7 ആണ്. അടുത്ത് ആർബിട്രോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു $0.90 ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 0.76 ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലോങ് ടൈമിനാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ICP ഒക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ് ലോങ് ടൈമിന് വേണ്ടിയിട്ട്. അൽഗോ, അടുത്ത് CRO ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ബൈ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാം. 0.14 ആണ്. 0.14, 0.10, അതുപോലെ തന്നെ 0.08 പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ CRO എന്ന് പറയുന്ന ക്രോണോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഫാൻറ്റം അപ്പായിട്ട് വീണ്ടും ഡൗൺ ആയിട്ട് വീണ്ടും അപ്പ് എന്ന രീതിയിലോട്ട് ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് മിക്ക പ്രോജക്റ്റും വീണ്ടും ഹൈ എന്ന രീതിയിലോട്ട് വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50-50 ആണ് റിസ്ക് റിവാർഡും. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മുടെ പാൻ കേക്ക് സ്റ്റേപ്പ് വീണ്ടും $2.5 താഴെയാണ്. ഏകദേശം $1.75, $2 പലവണ്ണം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാമെന്ന്. ഏകദേശം അടുത്ത് നമ്മുടെ സുഷി സാപ്പ്, യുനിസാപ്പ് ഇതൊക്കെ ലോങ് ടൈം പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാം ഇപ്പം ഹൈ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പ്രോജക്റ്റും നമുക്ക് ഹൈ ആണ്. പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരാണ് മിക്കവരും ഉള്ളത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ലോങ് ടൈം എന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ആവറേജ് സെല്ല് മാത്രം ഫോക്കസ് ചെയ്യുക. കംപ്ലീറ്റ് കോയിനും സെല്ല് ചെയ്യരുത്. ഓക്കെ, കാരണം ഇപ്പം കണ്ടോ ഏകദേശം നമ്മുടെ ഗേറ്റ് ടോക്കണൊക്കെ ഏകദേശം $10 എത്തിയപ്പം തന്നെ പലരും സെല്ല് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. $12, $14 ഒക്കെ എത്തിയപ്പോൾ മൊത്തത്തിൽ സെല്ല് ചെയ്തിട്ടുണ്ട് ഗേറ്റ് ടോക്കൺ. പക്ഷേ കണ്ടോ ഇപ്പോൾ ഏകദേശം $19 ആണ് നിൽക്കുന്നത്. അതുമാത്രമല്ല മാർക്കറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഗേറ്റ് ടോക്കൺ വീണ്ടും 25 to $31 റേഞ്ചിലോട്ട് വീണ്ടും അത് മൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് പമ്പ് എന്ന രീതിയിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു പമ്പ് എക്സ്ട്രാ നമ്മുടെ ബിറ്റ്കോയിൻ്റെ അകത്ത് വരികയാണെങ്കിൽ ഗേറ്റ് ടോക്കൺ വീണ്ടും ഹൈയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആവറേജ് സെല്ല് മാത്രം എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. CSPRും ഏകദേശം നമുക്ക് ഹൈ ഇവിടെ വന്നിട്ട് വീണ്ടും ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ ബാറ്റ് സിലിക്കൊക്കെ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ TWT ഒക്കെ ഞാൻ അല്ലാതെ പറഞ്ഞതാണ്. സുഷി, MX ടോക്കൺ. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്യുക. ETHW ഏകദേശം ഡൗൺ ആയിട്ട് വീണ്ടും ഹൈയിലോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം $2.80 പോയിട്ട് ഇപ്പോൾ $3.31 ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് ലോങ് ടൈമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് എന്ന് പറയുന്ന ബിസിനസ്സുകാരനാണ്. അതിനുശേഷമാണ് പൊളിറ്റിക്സ് എന്ന രീതിയിലോട്ട് അദ്ദേഹം പ്ലാറ്റ്ഫോമിലുള്ളത്. അതുകൊണ്ട് മാനിപ്പുലേറ്റ് വൻ രീതിയിൽ ചെയ്യുന്നതായിരിക്കും. ഒന്നുകിൽ നല്ല രീതിയിൽ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പോകും, അല്ലെങ്കിൽ ക്രാഷ് എന്ന രീതിയിലോട്ട് എന്തെങ്കിലും കൊണ്ടുവരും. രണ്ട് കാര്യം ഉറപ്പാണ്. അദ്ദേഹം നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് മാർക്കറ്റിൻ്റെ അകത്ത് ക്രിപ്റ്റോയ്ക്കകത്ത് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഇതുവരെ പലർക്കും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് മിക്ക പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഇനി പലരും ചോദിച്ച മറ്റൊരു ഡൗട്ടാണ് കാർഡിനോ ബൈ ചെയ്ത് ലോങ് ടൈം ഹോൾഡ് ചെയ്യണമെന്ന്. ഏകദേശം കാർഡിനോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. നമുക്ക് പല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 0.25, 0.30 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം $1.30 പോയിട്ടാണ് ഇപ്പോൾ ഏകദേശം
$1.04 ഇപ്പോഴത്തെ നമ്മുടെ കാർഡിനോ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ എതീരിയം എന്ന് പറയുന്നത് ഏകദേശം $3000 താഴെ പോയിട്ട് വീണ്ടും $3358 ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത്ര വലിയ രീതിയിൽ ഓളിയം നമ്മുടെ എതീരിയത്തിൻ്റെ അകത്തില്ല. പക്ഷേ ബിറ്റ്കോയിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഓളിയം വേരിയേഷൻ ഉണ്ട്. BNBക്കകത്തും അത്ര വലിയ രീതിയിൽ ഓളിയം വേരിയേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് ബിറ്റ്കോയിൻ്റെ അകത്തായിരിക്കും സ്കാൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.